മൗത്തൗസനിലെ മരണത്തിന്റെ പടികൾ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഏറ്റവും ക്രൂരമായ സവിശേഷതകളിൽ ഒന്നായിരുന്നു. ഇത് നാസി ഭരണകൂടത്തിന്റെ ക്രൂരതയുടെ പ്രതീകമായിരുന്നു. വീനർ ഗ്രാബെൻ ഗ്രാനൈറ്റ് ക്വാറിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പടിക്കെട്ടിൽ കുത്തനെയുള്ള കുന്നിൻ ചെരുവിൽ കൊത്തിയെടുത്ത 186 അസമമായ കൽപ്പടവുകൾ ഉണ്ടായിരുന്നു. തടവുകാർക്ക് 50 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള കൂറ്റൻ ഗ്രാനൈറ്റ് കട്ടകൾ SS ഗാർഡുകളുടെ നിരീക്ഷണത്തിൽ ദിവസവും മണിക്കൂറുകളോളം ഈ പടികൾ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകാൻ നിർബന്ധിതരായി. പടികൾ വഞ്ചനാപരമായിരുന്നു, അസമവും വഴുക്കലും തേഞ്ഞതും, പലപ്പോഴും രക്തം, പൊടി, വിയർപ്പ് എന്നിവയാൽ നിറഞ്ഞിരുന്നു. ക്ഷീണം സ്ഥിരമായിരുന്നു. ഇടറിവീഴുന്നവരെ അടിക്കുകയോ ചവിട്ടുകയോ വെടിവയ്ക്കുകയോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ക്രൂരത മനഃപൂർവ്വമായിരുന്നു. ഗാർഡുകൾ ചിലപ്പോൾ തടവുകാരെ പടികൾ കയറാൻ നിർബന്ധിക്കുകയോ മരണത്തിലേക്ക് തള്ളിയിടുകയോ ചെയ്യുമായിരുന്നു. ക്വാറിയുടെ മുകളിൽ പാരച്യൂട്ടിസ്റ്റ് മതിൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ തടവുകാരോട് ചാടാൻ ഉത്തരവിട്ടു, അല്ലെങ്കിൽ അരികിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടു. അവരുടെ മരണങ്ങൾ ആത്മഹത്യയോ അപകടങ്ങളോ ആയി തള്ളിക്കളയപ്പെട്ടു. നിർബന്ധിത ജോലിയുടെ ഈ രീതി ഉൽപ്പാദനത്തെക്കുറിച്ചു മാത്രമല്ല, അത് സാവധാനത്തിലുള്ള ഉന്മൂലനമായിരുന്നു. റീച്ചിന്റെ തിരുത്താനാവാത്ത ശത്രുക്കൾക്കായി നിയുക്തമാക്കിയ ചുരുക്കം ചില നാസി ക്യാമ്പുകളിൽ ഒന്നായിരുന്നു മൗത്തൗസൻ. അതായത് തടവുകാർ നടുവേദനയും പട്ടിണിയും മൂലം മരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇന്ന് മരണത്തിന്റെ പടികൾ മൗത്തൗസൻ സ്മാരകത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്നു. തടവുകാർ അവിടെ സഹിച്ചതിന്റെ കഷ്ടപ്പാടുകളുടെയും വ്യവസ്ഥാപിതമായ മനുഷ്യത്വരഹിതവൽക്കരണത്തിന്റെയും ആ കല്ലുകളിൽ നിശബ്ദമായി നഷ്ടപ്പെട്ട എണ്ണമറ്റ ജീവിതങ്ങളുടെയും ഒരു ഭയാനകവും ശക്തവുമായ ഓർമ്മപ്പെടുത്തലാണിത്.